താങ്ക് യു. സോ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുള്ള ദിവസമാണ് അല്ലേ? കാരണം നമ്മൾ എനിക്ക് തോന്നുന്നു സിൽവർ സെന്റപ്പ് ഇത്തരത്തിൽ നമ്മൾ കൂടിയിട്ട് കുറച്ച് ദിവസമായി അല്ലേ, കുറച്ച് നാളുകളായി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മീറ്റിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. ആദ്യത്തെ പ്രത്യേകത, നമ്മുടെ സിൽവർ സെറ്റപ്പ് ഈ ഒരു കോർ ടീമിലേക്ക് 2 പുതിയ ഫാമിലി കൂടി നമ്മുടെ ഈ ഒരു ഇതിലേക്ക് സാന്നിധ്യം അറിയിച്ചിരിക്കുന്നത്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. അതേപോലെ നമുക്ക് നമ്മളുടെ സിൽവർ സെന്റ് എപ്പോൾ നമ്മൾ ചിന്തിച്ചാലും വളരെയധികം അഭിമാനം തോന്നുന്നൊരു കാര്യമുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ഓഫീസിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ചില കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു, കേരളത്തിൽ ഇത്രയും ഹിസ്റ്ററി അല്ലെന്നുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് വരുത്തിയ ടീം നമ്മൾ മാത്രമേ ഉള്ളൂ. ചായ 1 മിനിറ്റ് കാത്തിരിക്കും. ഓക്കെ, അപ്പോ അതൊരു ചെറിയ കാര്യമല്ല അല്ലേ? അപ്പൊ അത്തരത്തിലൊരു എൻകറേജ്മെന്റ് അല്ലെന്നുണ്ടെങ്കിൽ വളരെ അഭിമാനം തരുന്ന ആ ഒരു വാക്കുകൾ യഥാർത്ഥത്തിൽ ക്രെഡിറ്റ് ആർക്കാണെന്നറിയാമോ? ആർക്കാണ്? നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ സിൽവർ സെന്റപ്പിനും ആ ക്രെഡിറ്റ് തീർച്ചയായിട്ടും അർഹിക്കുന്നതാണ്. കാരണം നിങ്ങളുടെ നല്ലൊരു ക്ലാപ്പാണ്. നിങ്ങളുടെ എഫേർട്ട്, നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്, നിങ്ങളുടെ ഡിസിപ്ലിൻ, ഇതെല്ലാം കൗണ്ട് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു സക്സസിലേക്ക് എത്താൻ പറ്റിയത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാബു സാർ ആൻഡ് ബിന്ദു മാഡത്തിന്റെ ഒരു പേഴ്സണൽ അറ്റൻഷൻ ഈ ഒരു ടീമിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, സോ അവർക്ക് നമുക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. ഇന്നത്തെ ഈ ഒരു ഇതിൽ അജയ് ചേട്ടന് എത്താൻ പറ്റിയിട്ടില്ല, എന്നാൽ അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ക്ലാപ്പ് കൂടെ കൊടുക്കൊണ്ട് ചായയിലേക്ക് പോവാം അല്ലേ? ഓക്കെ, നമുക്ക് ആദ്യത്തെ സെഷൻ നമ്മൾ ഇന്ന് വളരെയധികം പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാമാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈൽ ഫോണുകളെല്ലാം തന്നെ എന്ത് ചെയ്യണം? സൈലന്റ് ആക്കുക, സ്വിച്ച് ഓഫ് ആക്കുക, എന്ത് വേണേലും ആവാം. പക്ഷെ സൗണ്ട് വരാത്ത രീതിയിൽ, ഡിസ്റ്റർബൻസ് ഉണ്ടാവരുത്. നിങ്ങൾ തീർച്ചയായിട്ടും വളരെയധികം പ്രിപ്പയർഡ് ആയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ഒരു പക്ഷേ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും, ഇപ്പം നമ്മൾ ആദ്യം പ്രാർത്ഥനയോടെ ആണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ഈ പ്രാർത്ഥനയോടെ സ്റ്റാർട്ട് ചെയ്ത ഈ എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യാൻ പോകുന്ന, അതിന്റെ ഒരു തുടക്കമായിട്ട് മാറാൻ പോകുന്ന ദിവസമായിരിക്കും ഇന്നത്തെ ഈ ഒരു സിൽവർ സെന്റപ്പ്. ഓക്കെ, സോ ആദ്യത്തെ സെഷൻ നമുക്ക് വളരെയധികം അഭിമാനമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം എൻ്റെ സ്പോൺസർ ഫാമിലിയാണ്. തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും അതിലേറെ എന്താ പറയുന്ന ഒരു എക്സൈറ്റ്മെന്റും തീർച്ചയായിട്ടും ആ ഒരു ഫാമിലിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി ഹസീന മാം ആൻഡ് ഷരീഫ് സാർ, വെൽക്കം സാർ, വെൽക്കം മാം. ക്ലാപ്പ് പോരാ കേട്ടോ, നല്ല ക്ലാപ്പ് ആയിക്കോട്ടെ. ഒന്നാമത് ഈ കടലിന്റെ ഇരമ്പിൽ കാരണം അതിനപ്പുറത്തേക്ക് പോകണം. ഒരു ക്ലാപ്പ്, നല്ലൊരു ക്ലാപ്പ് ആവും. താങ്ക് യു. എപ്പോഴും നമ്മൾ പറയും ലേഡീസ് ഫസ്റ്റ് എന്ന് പറയും. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സത്യത്തിൽ ഈ മൈക്കിന്റെ ആവശ്യമുണ്ടോ എന്നൊരു തോന്നൽ ആണോ? അത്രയ്ക്ക് സൗണ്ടാണ്. ഇത് പിടിച്ചു നിൽക്കുമ്പോൾ ഏതാണ്ട് വലിയ കാര്യം നമ്മൾ വലിയൊരു ഫംഗ്ഷനിലൊക്കെ അറ്റൻഡ് ചെയ്ത് കുറേ ആൾക്കാർ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ സംസാരിക്കുന്ന ഒരു ഫീലിങ്സ് ആണ് അല്ലേ? അതോ? അതെ അതെ. അപ്പൊ എന്തായാലും നമ്മുടെ ഒരു സിൽവർ സപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്പെഷ്യൽ ക്വാളിറ്റി എല്ലാവർക്കും ഉണ്ടെന്നുള്ളതാണ് അല്ലേ? ആ സ്പെഷ്യൽ ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാം തന്നെ ഈ ബിസിനസ് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയും ഇത്തരം നമ്മളെല്ലാം തന്നെ കുറേ വർഷങ്ങൾ കൊണ്ട് ബിസിനസ് ചെയ്യുകയും ആ ലെവലിലോട്ട് എത്തുകയും ചെയ്തു. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, കാരണം ഞങ്ങളൊക്കെ ബിസിനസ് വന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ചലഞ്ചസുകൾ എല്ലാവർക്കും എപ്പോഴും ഓരോ ബിസിനസ് ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഉണ്ടാവുമെങ്കിലും നമുക്ക് ഞങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ ബിസിനസ്സിൽ ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈനുമായുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. അതായത് നമ്മളൊരു ബിസിനസ്സിലോട്ട് എൻ്റർ ചെയ്ത് വരുമ്പോൾ നമ്മൾ എത്രമാത്രം അതുമായിട്ട് അറ്റാച്ച് ചെയ്ത്, അതായത് നമ്മൾ ഈ ഒരു ബിസിനസ്സാണ് നമ്മുടെ ലൈഫ് രക്ഷപ്പെടുത്താൻ പോകുന്നതെന്നുള്ള ആ ഒരു വിശ്വാസം നമ്മളിൽ എന്ന് വന്നു ചേർന്നു അന്ന് മുതൽ. പക്ഷെ ബിസിനസ്സിൽ വലിയ ഗ്രോത്ത് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ മെന്റലിയിൽ ഞാനൊക്കെ ഒരുപാട് ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത് എൻ്റെ ലൈഫിലായിക്കോട്ടെ, എൻ്റെ ഫാമിലിയിലായിക്കോട്ടെ, അതിൻ്റെ എല്ലാ ഒരു വാല്യൂസ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം എടുത്ത ഒരു തീരുമാനത്തിൽ, അതായത് ഈ ബിസിനസ്സാണ് എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്, എൻ്റെ ലൈഫിലെ ഹാപ്പിനെസ് എല്ലാം കൊണ്ടുവരാൻ പോകുന്നത് ഈ ബിസിനസ്സാണെന്ന് ഞാൻ എടുത്ത ഒരു തീരുമാനം. അതിൽ ബിസിനസ്സിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ സാഹചര്യത്തിലെല്ലാം എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരേ ഒരു റീസൺ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അപ്ലൈനുമായിട്ടുള്ള എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനും അവരുമായിട്ട് ഒരു സ്റ്റിക്ക് ഓൺ ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യം കൊണ്ടാണ്.
ചലഞ്ചസുകൾ വരും. അപ്പോഴും നമ്മൾക്ക് എങ്ങനെ ആയാലും ഇത് പറ്റുമോ, നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് പല പ്രാവശ്യം തോന്നിയിട്ടല്ലേ? ഈ ബിസിനസ് വന്ന എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും അല്ലേ? നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ, അല്ലെങ്കിൽ നമ്മളിത് സക്സസ് ആക്കാൻ പറ്റുമോ? ബിസിനസ് കൊള്ളാം, കമ്പനിയൊക്കെ കൊള്ളാം, പക്ഷെ നമുക്ക് ഈ സക്സസ് ആവണമെങ്കിൽ ഇതിൻ്റെ ഒരു മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ അപ്ലൈനുമായിട്ട് നമ്മൾ എത്ര മാത്രം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നു, അവരുമായിട്ട് എത്ര നമുക്ക് അടുത്ത് ഇടപഴകാൻ പറ്റുന്ന ആ കിട്ടുന്ന അവസരങ്ങളെല്ലാം നമ്മൾ വിനിയോഗിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ എപ്പോഴും സിസ്റ്റത്തിൽ പ്ലഗ് ഇൻ ചെയ്ത് നിൽക്കുകയെന്ന് പറയും അല്ലേ? സിസ്റ്റത്തിൽ പ്ലഗ് ഇൻ ചെയ്താൽ, കാരണം ചെയ്യാൻ പറ്റാത്ത പല സാഹചര്യം വന്നപ്പോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ വെച്ചാലും ആ സാറ് ട്രിവാൻഡ്രത്തൊരു ഫംഗ്ഷൻ വെച്ചിട്ട് ഇന്ന സമയം ഫംഗ്ഷൻ ഉണ്ടെന്ന് പറയത്തേ ഉള്ളൂ. അത് നമുക്ക് പോകാൻ പറ്റുമോ, വരാൻ പറ്റുന്ന സാഹചര്യമാണോ ഒന്നും നമ്മൾ നോക്കാറില്ല. ഇപ്പൊ കൂടി ഞാനായാലും ഇപ്പം ഹസ്ബൻഡ് ഇടുക്കിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്കൂടാണെങ്കിൽ ബസ് കയറി കണ്ടിട്ട് വേണ്ട മോണെ ഒറ്റയ്ക്ക് എന്ന് വെച്ചാൽ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ആ സിസ്റ്റത്തിൽ നിൽക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളൊരു ബിസിനസ്സിൽ നമ്മൾ ഒരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മൾ സിസ്റ്റത്തിൽ നിന്നെങ്കിൽ മാത്രമാണ് നമ്മുടെ കൂടെ വരുന്നവരും അതേ സിസ്റ്റത്തിൽ ഉണ്ട് എന്ന് പറയാൻ പറ്റും. അപ്ലൈ ഒരു ഫംഗ്ഷൻ വിളിച്ചിട്ട് നമുക്കേ ബിസി ആണെങ്കിൽ പിന്നെ നമ്മുടെ കൂടെ വരുന്നവർ എങ്ങനെയാണ് അതിനകത്തോട്ട് വരാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എനിക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. ആദ്യം എന്ന് പറഞ്ഞാൽ ഫംഗ്ഷന് ചെല്ലുമ്പോൾ എനിക്ക് വിഷമം തോന്നിയിരുന്നു. കാരണം പണ്ടൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ബിസിനസ്സിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഫംഗ്ഷനിൽ പോകുമ്പോൾ നമ്മുടെ കൂടെ വരാൻ ആരും ഇല്ല. അതൊരു ഭയങ്കര കുറവായിരുന്നു. കാരണം നമ്മൾ മാത്രമാണ് എല്ലാ ഫംഗ്ഷനിലും പോണേ. കാരണം ഒരാൾ പോലും നമ്മുടെ കൂടെ വരാനില്ല. പക്ഷെ അപ്പോഴും ഒരു ഫംഗ്ഷൻ പോലും മിസ് ചെയ്തിരുന്നില്ല. അപ്പം മിസ് ചെയ്യാത്തതിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്ക് ഇന്ന് ഈ ഒരു ലെവലിൽ നിൽക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത്. അതുപോലെയാണ് ഫംഗ്ഷൻ പലപ്പോഴും നമ്മൾ പറയത്തില്ലേ, നമുക്ക് പണ്ടൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി അറ്റൻഡ് ചെയ്യുന്ന സാധനമാണ് ഇപ്പം നമ്മുടെ അവിടെ സിസ്റ്റം പോലെ രാവിലെ മോർണിംഗിൽ വരുന്നതും വൈകിട്ട് വരുന്ന ട്രെയിനിങ് സെഷൻസ് വരുന്നതും. ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പ്രയോജനപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ വേറെ ബാക്കിയുള്ളവരെ തന്നെ നമുക്ക് ഈ സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്യാൻ ഇത് ഭയങ്കരമായിട്ട് നമുക്ക് എളുപ്പമാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത റീസെൻ്റായിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് കറക്റ്റായിട്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ അത് ശരിക്കും ഒരു പ്രയോജനം ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ മെയിനായിട്ട് ഒരു അപ്ലയൻസ് നമ്മൾ പറയത്തില്ലേ, ഇപ്പോൾ സാറോ ചേച്ചിയോ ഒക്കെ പറയുന്നതിനകത്ത് നമുക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ടാവുക. പക്ഷെ എങ്കിലും ഞാൻ ചില സമയം നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ ആലോചിക്കും, എന്തായാലും ഒരു പക്ഷേ അവർ നമുക്ക് നല്ലതിന് വേണ്ടിയേ പറയാറുള്ളൂ. ഒരിക്കൽ പോലും അത് അവർ നമ്മുടെ മോശത്തിന് വേണ്ടി പറയില്ല. പക്ഷെ ഓരോ ചലഞ്ചസ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്ന സമയത്തും അവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. അപ്പം നമ്മൾ ചിലപ്പോൾ ഒരു ഹയർ ലെവലിൽ എത്തുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അവർ പറയുന്ന പിടിച്ചെന്ന് വരത്തില്ല. പക്ഷെ അപ്പം ഞാനൊക്കെ ചിന്തിച്ചത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് പോലും ഇവരാണ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അതുകൊണ്ട് അവരോട് നമ്മൾ അപ്ലയൻസിനോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ റെഗുലറായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഏത് ലെവലിൽ എത്തിയെന്ന് പറഞ്ഞാലും ആ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ചെയ്യുന്നത്. അതുപോലെ ഫംഗ്ഷൻസും. അപ്പോൾ ഇത് രണ്ടും, ഈ കമ്മ്യൂണിക്കേഷനും ഈ ഫംഗ്ഷൻസും നമ്മൾ റെഗുലറായിട്ട്, അതായത് നമ്മൾ ഒരു ആക്റ്റീവായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്ത ഡൗൺ നിന്ന സമയത്ത് പോലും ഒരു കോൾ ചെയ്താൽ നമുക്ക് അപ്പോഴും ആക്റ്റീവ് ആകാം. കാരണം എപ്പോഴും പ്രോബ്ലംസ് എപ്പോൾ വേണമെങ്കിലും വരാം, ഇല്ലയോ? ചലഞ്ചസ് എപ്പോൾ വേണമെങ്കിലും വരാം. നമുക്ക് മൈൻഡ് ഒന്ന് ഡൗൺ ആവാൻ എപ്പോഴും കാരണമാകാം, പല കാരണങ്ങളും ആകാം. പക്ഷെ അപ്പോഴും ഒരു കോളിൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. ആ ഒരു കാര്യം നമ്മൾ ചെയ്താൽ ഓക്കെ, നമ്മൾ ഒരു ഹയർ ലെവലിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, വിഷ് ഓൾ ദി ബെസ്റ്റ്. ബാറ്റ് തീർന്നായിരിക്കും. ഹലോ 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 ഓക്കെ. ഞാനിങ്ങനെ വലുതായിട്ട് കുറേ എഴുതി വെച്ചിട്ടുണ്ടെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ചില പോയിന്റുകൾ ഇന്ന് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ അഭിലാഷ് സാറിനെയും മാഡത്തെയും ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുകയാണ്. കാരണം വളരെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൂട്ടത്തിൽ ഞാനും സാറുമൊക്കെ ആയിട്ട് എപ്പോഴും സംസാരിക്കുമ്പം പറയുന്നൊരു പേരാണ്. അടുത്തത് നമ്മുടെ ടീമിൽ ഗ്രോ ചെയ്ത് വരാൻ പോകുന്ന ആളാണ് അഭിലാഷ് സാറെന്നൊക്കെ എപ്പോഴും. അപ്പോൾ എനിക്കത് അങ്ങനെ ഒരു കോൺഫിഡൻറ്റ് ഇല്ലെങ്കിലും നോക്കൂ, നമ്മുടെ അപ്ലയൻസിൻ്റെയൊക്കെ ഓരോ വിഷൻ നോക്കൂ, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അത് കൃത്യമായിട്ട് അത് സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ വെൽക്കം സാർ, വെൽക്കം. അതുപോലെ തന്നെ പറയുന്ന പേരാണ് പാലക്കാട്. പാലക്കാട് വേറെ രീതി അതെന്താ പറയുന്നത്, പാലക്കാട് നമ്മൾ പിന്നെ കട്ടപ്പനയുടെ ഒരാളിൻ്റെ പേര് പറയാറുണ്ട്, എന്താ കട്ടപ്പന കുട്ടപ്പന, അതുപോലെ പാലക്കാട്ടെ കുട്ടപ്പനാണ്. ഇത്ര എനിക്കറിയത്തില്ല, അദ്ദേഹത്തെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇത്ര, അതായത് ഒരു സംഭവം എടുത്തു കഴിഞ്ഞാൽ അത് കൊണ്ടേ പോകത്തുള്ളൂ. ഇത്ര കമ്മിറ്റ്മെൻറ്റോട് കൂടി നിൽക്കുന്ന ഒരു ഫാമിലിയെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല.
വെൽക്കം സാർ, വെൽക്കം അവർ ടീം. ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ, ഇന്നെനിക്ക് പറയാവുന്ന ദിവസമാണ്. ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും. അതെ, മുഖം നോക്കാതെ. ശരിക്കും ഞാനിന്ന് എന്തായാലും കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഹോൾ ഗ്രൂപ്പിൽ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കാൻ ആപ്റ്റായിട്ടുള്ള കക്ഷി ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും സാബു സാറിനെ ഞാൻ പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ എൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ലെങ്കിൽ തന്നെയും പണ്ടൊക്കെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ എന്നൊക്കെ പറയുന്നത് ഒരു എന്താ പറയുന്ന ഒരു ഷെയിം പോലാണ്. ഇന്ന് അഭിമാനമാണ് ദാരിദ്ര്യം. കാരണം ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടും. അന്ന് ആ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളാണ്. അത് മാത്രമല്ല, നമുക്ക് എന്താണ് പറയുന്നത്, ആൾക്കാരുടെ ഇടയ്ക്ക് ഒരു അക്സെപ്റ്റൻസ് ഇല്ല. വളരെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു വളരെ എന്താണ്, ഞാൻ അതിൻ്റെ ഒരു പിക്ചർ നിങ്ങൾക്കൊക്കെ പിടികിട്ടി കാണുമെന്ന് മനസ്സിലാക്കി കാണും. ആ ലെവലിലുള്ള ഒരാളായിരുന്നു. ആൾക്കാരോട് സംസാരിക്കാൻ അറിയാൻ വയ്യാത്ത, സംസാരിക്കുന്ന ഇങ്ങനെ തലകുനിഞ്ഞ് അപ്പോൾ എൻ്റെ അച്ഛൻ എപ്പോഴും പറയും, ഞാൻ പലപ്പോഴും പറയാറുള്ളത്, എന്തോടാ കള്ളനെ പോലെ സംസാരിക്കുക, കള്ളന്മാരാണ് ഞാൻ തലകുനിഞ്ഞ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. കോൺഫിഡൻറ്റോടുകൂടി സംസാരിക്കാനെ കൊണ്ട് എന്നെ പഠിപ്പിച്ച സാറും ബുദ്ധിജിയാണ് ശരിക്കും. എൻ്റെ മക്കളെ എങ്ങനെ വളർത്തണം എന്ന്. നമ്മൾ അപ്ലയൻസ് ഒരിക്കലും നമ്മളുടെ നാശത്തിന് വേണ്ടി ഒരിക്കലും നിലകൊള്ളുന്നവരല്ല, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നവരാണ്. നമ്മുടെ വീഴ്ചയിൽ നമ്മളെ കൈപിടിച്ചുയർത്താൻ, എൻ്റെ പേഴ്സണൽ ലൈഫാണ് ഞാൻ കൂടുതലും പറയുന്നത്. എൻ്റെ പേഴ്സണൽ ലൈഫിൽ പോലും ഞാനൊന്ന് വീണാൽ എന്നെ കൈപിടിച്ചുയർത്താൻ എൻ്റെ സഹോദരങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവരാരും കാണത്തില്ല. പക്ഷെ ഇവർ രണ്ടുപേരും ഉണ്ടാവുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഇവർക്ക് നല്ലൊരു ഹൃദയം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ ആ കമ്മിറ്റ്മെൻറ്റിലോട്ട് പറയാൻ പോകുന്നതാണ്. അപ്പോൾ എന്താണ് കമ്മിറ്റ്മെൻറ്റ്, ഞാൻ എന്താണ് ചെയ്തിരുന്നത് എന്നുള്ളതും എനിക്കുണ്ടായ ഫീലിങ്ങും ഞാൻ ഇതിനകത്ത് സംസാരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി തുറന്ന് സംസാരിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. അപ്ലൈൻ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് നല്ലൊരു ഫ്രണ്ടാകാം, ചിലപ്പം നമുക്കൊരു മെൻറ്ററാകാം, ചിലപ്പോൾ എന്താ പറയുന്നത്, നമുക്കൊരു നമ്മുടെ ഉയർച്ചകൾ മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാകാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിനെ എടുക്കാം, അപ്ലൈനെ നമുക്ക് എടുക്കാം. പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യം, നമ്മളൊരാളെ അപ്ലൈനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് ഡയറക്റ്റ് സാറിനെ തന്നെയാണ് കിട്ടിയത്. നമ്മളൊരാളെ അപ്ലൈനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് 100% അത് കേൾക്കുക എന്നുള്ളതാണ് ഞാൻ എടുത്തിരുന്ന ഏറ്റവും വലിയ എൻ്റെ തീരുമാനം. അതുകൊണ്ട് ഇന്ന് എന്താണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നിവിടെ ഈ ലെവലിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാനെ കൊണ്ടുള്ള സാഹചര്യം ഉണ്ടായി. ഇന്ന് ഞാൻ ആദ്യമായിട്ട് പെരിയസ്വാമി സാറിൻ്റെ ടീമിൽ നമ്മുടെ ഒരു സെക്ഷൻ സംസാരിക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കാനെ കൊണ്ട് ഞാൻ അദ്ദേഹം അതെ നിങ്ങൾ ഏതോ ഒരു സിനിമയ്ക്കകത്തില്ല അത് ഞാൻ എടുത്തു. ഇനി ഞാൻ കറക്റ്റ് കണ്ടോ, ഇത് നോക്കൂ, ഇതാണ് കറക്റ്റ് ചെയ്യുന്നത്. കറക്റ്റ് അപ്ലൈ എന്ന് പറയുന്നത് ഇതാണ്. അത് അക്സെപ്റ്റ് ചെയ്യാനെ കൊണ്ട് നമ്മൾ തയ്യാറാകുന്നതിലാണ് കാര്യം. കഴിഞ്ഞ ദിവസവും സാർ എന്നെ കറക്റ്റ് ചെയ്തു. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ സാറിനടുത്ത് പറയുന്നത് എപ്പോഴും പറയുന്നൊരു വാക്കാണ്, സാർ എന്തെന്നെ കണ്ടാലും സാർ എന്നോട് പറയണം, സംസാരിക്കണം. എപ്പോഴും തന്നെ അത് പറയുകയും ചെയ്യും. ചേട്ടാ അതങ്ങനല്ല ഇങ്ങനെയാണെന്ന് പറയുകയും ചെയ്യും. അത് ഞാൻ ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാകുന്നു. അതുകൊണ്ടാണ് ഞാൻ 100% ഞാൻ സഫീഷ്യനുള്ള ആളാണെന്ന്, ഞാൻ ഇന്ന് സംസാരിക്കാൻ പറ്റുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. നമ്മളെ കുമാർ ശിവരാമകൃഷ്ണൻ്റെ ഒരു CD കേൾക്കാൻ സാധ്യതയുണ്ട്. പണ്ട് ഞാൻ കേട്ട CD ആണ്, അദ്ദേഹത്തിൻ്റെ തമിഴിലുള്ളൊരു CD. അദ്ദേഹത്തിൻ്റെ തമിഴിലുള്ള CD അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ അപ്ലൈൻ എന്ന് പറയുന്നത് ഒരു മണിപ്പാൽ റെഡ്ഡി ഡയമണ്ടാണ്. അദ്ദേഹത്തിൻ്റെ അപ്ലൈൻ എന്ന് പറയുന്നത് കാന്തികാല അന്ന് എമറാൾഡാണ്. അപ്ലൈൻ ഡയമണ്ടാണ്. അല്ല, അദ്ദേഹത്തിൻ്റെ അപ്ലൈൻ ഡയമണ്ടാണ്. ആ ഡയമണ്ടായിരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഗൈഡൻസ് ആരുടെ നിന്നായിരിക്കും, എൻ്റെ തോട്ടിൽ ഞാൻ വിചാരിച്ചിരുന്നു, യഥാർത്ഥത്തിൽ ഗൈഡൻസ് ആരുടെ നിന്നായിരിക്കും നമ്മൾ എടുക്കേണ്ടത് എന്ന് എനിക്ക് തോന്നിയിരുന്നത് മണിപ്പാൽ റെഡ്ഡിയുടെ നിന്നാണ് എടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ കുമാർ ശിവരാമകൃഷ്ണൻ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ കുമാർ ശിവരാമകൃഷ്ണൻ്റെ ഹോൾ ടീം എന്താണ് ചെയ്തിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാന്തികാലയുടെ നിന്നാണ് ആ ഗൈഡൻസ് എടുത്തിരുന്നതും അദ്ദേഹത്തെയാണ് അവർ പ്രൊമോട്ട് ചെയ്തിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ.
അപ്പം ആദ്യകാലത്ത് നമുക്ക് ആരാണോ നമുക്ക് നമ്മളെ ഹെൽപ്പും സപ്പോർട്ടും ചെയ്യുന്നത് അവരെ നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കുക. അവരാണ് നമ്മളെ ഇന്നത്തെ നിലയിലേക്ക് എത്തിക്കാനെ കൊണ്ടുള്ള എഫേർട്ട് മുഴുവൻ ഇട്ടത് അവരാണ്. അല്ലാതെ എന്നെപ്പോലുള്ള ഒരാൾ 4 അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാൻ വയ്യാത്ത എന്നെപ്പോലുള്ള ഒരാൾക്ക് ഇങ്ങനെ നിന്ന് സംസാരിക്കാനും ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി തന്ന ഒരാളിനെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് വേറൊരാളുടെ അടുത്ത് നമ്മൾ സംസാരിച്ച് അത് ക്ലിയർ ചെയ്യുക എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല നല്ലതാണെന്ന്. എൻ്റെ ഇതുവരെയുള്ള ലൈഫിൽ എനിക്ക് തോന്നിയത് നമ്മളൊരു അപ്ലൈനെ ഒരു മെൻറ്ററെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് അദ്ദേഹത്തിൻ്റെ തന്നെ ഫോളോപ്പിൽ നമ്മൾ പോകുക എന്നുള്ളതാണ്. അതിൽ നിന്നും വേറൊരു കാര്യം കൂടെ ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം പറയാറുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ടീമിൽ ഇപ്പം കുമാർ ശിവരാമകൃഷ്ണൻ്റെ ടീമിൽ ഡയറക്റ്റായിട്ട് മണിപ്പാൽ റെഡ്ഡി പലരെയും നേരിട്ട് സംസാരിക്കുകയും അവർക്ക് വേണ്ട ഗൈഡൻസും ഒക്കെ കൊടുക്കുമായിരുന്നു. ആ കൊടുക്കുന്ന സമയത്ത് ഒരു ഈഗോയും ഒരു ടെൻഷനും ഈ കുമാർ ശിവരാമകൃഷ്ണന് തോന്നിയിട്ടില്ലെന്ന് ആ കാസറ്റിനകത്ത് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പം എനിക്കൊക്കെ ആയിരുന്നുണ്ടായിരുന്നെങ്കിൽ ആദ്യമൊക്കെ എനിക്ക് തോന്നിയ കാര്യമാണ് ഇത് കേട്ടോ. സാർ പലയിടത്തും ഇടപെട്ടപ്പോൾ ആദ്യം ഞാൻ സാറിനെ 100% സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് തോന്നിയ കേസാണ്. എന്തോ സാർ അങ്ങനെ താഴോട്ടൊക്കെ അവർക്ക് എൻ്റെ അടുത്ത് അറിയാതെ സംസാരിക്കുന്നു എന്നൊക്കെ എനിക്ക് ഫീലുണ്ടായിരുന്നു. സത്യത്തിൽ ഉണ്ടായിരുന്നു. സോറി സാർ, ഇന്ന് ഞാൻ എനിക്കങ്ങനെ ഫീലുണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ എന്തുകൊണ്ട് അത് അങ്ങനെയൊക്കെ ചെയ്യുന്നു, അതെങ്ങനെയൊക്കെ ചെയ്യുന്നു എന്തുകൊണ്ട് തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 100% ഞാൻ സബ്മിഷൻ അല്ലായിരുന്നു എന്നുള്ളതാണ്. ഞാൻ വീണാൽ എന്നെ പൊക്കിയെടുക്കാൻ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. വേറെ ഈ ലോകത്ത് വേറെ ആരുമില്ല എന്നെ സഹായിക്കാൻ, എൻ്റെ സഹോദരങ്ങൾ ഉൾപ്പെടെ. അപ്പം അദ്ദേഹം എനിക്ക് വേണ്ടി അവിടെ സംസാരിക്കുന്നത്. ഞാൻ മിണ്ടാതെ നോക്കിയിരുന്ന അവിടെ അദ്ദേഹം ക്വാളിഫൈ ചെയ്ത് വരികയാണെങ്കിൽ അതല്ലയോ ബുദ്ധി. യഥാർത്ഥ ബുദ്ധി എന്ന് പറയുന്നത് അതല്ലയോ. നമ്മളിപ്പോൾ ഒരാളുടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ അദ്ദേഹം റെഡിയാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ളൊരു അദ്ദേഹത്തുമായിട്ട് ചിലപ്പം അദ്ദേഹത്തിന് നല്ലൊരു അക്സെപ്റ്റൻസ് കിട്ടുന്ന സ്ഥലമായിരിക്കാം. അപ്പോൾ അവിടെ ആയതുകൊണ്ട് അദ്ദേഹം ഇടപെട്ടതായിരിക്കാം. ആ ഇടപെടുന്ന കയറി വന്നാൽ നമുക്ക് എന്താ അറിയേണ്ടത്? ഇപ്പം ആശയും ദീപക്കും ഞങ്ങളുടെ സെക്യൂരിറ്റിയാണ്, എൻ്റെ മക്കളുടെ സെക്യൂരിറ്റിയാണ് അവർ രണ്ടും. എന്നാലോചിച്ച് നോക്കും. സാറാണത് ക്രിയേറ്റ് ചെയ്തത്. ഞാൻ സാറിൻ്റെ അടുത്ത് ഇടപെട്ടുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും കുശുമ്പും കുന്നായ്മയും വിചാരിച്ചുകൊണ്ടിരുന്ന എനിക്ക് സെക്യൂരിറ്റി കിട്ടുമോ, എൻ്റെ മക്കൾക്ക് സെക്യൂരിറ്റി കിട്ടുമോ? നോക്കൂ, ഞങ്ങളില്ലാത്ത കാലത്ത് എൻ്റെ മക്കളുടെ അച്ഛനും അമ്മയും ആണ്ടവരാകുമ്പോൾ അതാണ് ഈ ബിസിനസ്സിൻ്റെ പവർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 100% സബ്മിഷനോട് കൂടി ഇരിക്കുക എന്നുള്ളതാണ് എനിക്കിതിനകത്ത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാനുള്ളൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി, ഞാൻ ഒരിക്കൽ പോലും ക്വസ്റ്റ്യൻ ചെയ്തിട്ടേ ഇല്ല. അദ്ദേഹം എന്നോട് കാര്യം പറയുകയാണ്, ഞാൻ അതെന്താ സാറേ അതങ്ങനെ നമുക്ക് ചെയ്തുകൂടാ, അല്ല അതങ്ങനെ ചെയ്തുകൂടായോ എന്ന് ഞാൻ ഒരിക്കൽ പോലും ഞാൻ സംസാരിച്ചിട്ടില്ല. ഈ കഴിഞ്ഞിടയ്ക്ക് സാറ് ഇതേപോലെ ഞാൻ ഇടുക്കിയിലായിരുന്നു. സാറ് അസിനാർത്താണ് കാര്യം പറഞ്ഞത്. അസിനാർത്ത് കാര്യം പറയുമ്പോൾ അസിനാർത്ത് ചോദിച്ചു അത് എന്താ അതങ്ങനെ ഇങ്ങനെ ചെയ്തുകൂടായോ എന്ന് ചോദിച്ചു. സാറ് വെച്ചതുടൻ അസിന എന്നെ വിളിച്ചു. സാർ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ചോദിച്ചു നീ എന്തിന് അത് അങ്ങനെ സംസാരിച്ചു, അതിങ്ങനെ ചെയ്താൽ മതിയോ? ഞാൻ പറയുന്നതിന് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ടോ? അല്ലാതെ കണ്ടന്റിനോട് പറഞ്ഞു വേറെ അപ്പോൾ തീർച്ചയായും അതെ കറക്റ്റ്. സാർ ഒരു മെയിൽ അയക്കുന്ന കാര്യം പറഞ്ഞു. ആംബേലൊക്കെ ഒരു മെയിൽ അയക്കുമെന്ന് പറഞ്ഞു. കറക്റ്റ്, ആംബേലൊക്കെ ഒരു മെയിൽ അയക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അസീന ചോദിച്ചു അതെന്തിനാണ് മെയിൽ അയക്കുന്നത്? എന്തിന് ചോദിക്കണം? 100% സബ്മിഷൻ എന്ന് പറഞ്ഞാൽ അയക്കാൻ പറഞ്ഞു. ശരി സാർ എന്താണ് കണ്ടന്റ് വെക്കേണ്ടത് ചോദിച്ചു. കണ്ടന്റ് വെച്ചു, അയച്ചു കഴിഞ്ഞു. സാറിനെയും കൂടെ വെച്ചു, CC വെച്ചു. സാർ ഏതാണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു. അതാണ് 100% സബ്മിഷൻ. ഇത് അല്ലാതെ അങ്ങോട്ട് കയറി എന്തിനാണെന്ന് ചോദിച്ചു അല്ല എന്തിനാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്തപ്പോ ക്ലിയർ ആയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തതിന് കുഴപ്പമായിരിക്കും. അച്ഛനാണെങ്കിൽ അതിന് ആവശ്യമുണ്ടെന്ന് എനിക്ക് തുറന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ശരി അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ ഫോൺ കട്ട് ചെയ്തു. പക്ഷെ അത് സംഭവമില്ല. ഒരു 100 ലിറ്റർ അപ്സ ഒരാൾക്ക് വേണം. അപ്പം നമ്മൾ ബൾക്ക് ഓർഡർ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഓർഡർ ചെയ്താൽ അത് കമ്പനിയിൽ നിന്ന് പിൻ വെരിഫിക്കേഷൻ പ്രശ്നമാവും. നിങ്ങൾ പിന്നെ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും കമ്പനി ചോദിക്കും ഇതെങ്ങനെ ബൾക്ക് ഓർഡർ എന്തിനാണ് ഒരു കടയിൽ വെച്ച് ചെയ്യാനാണോ നിങ്ങൾ വാങ്ങിച്ചത്, നിങ്ങൾ എന്തിനാണ് ഇത് വാങ്ങിച്ചതെന്നുള്ള ക്വസ്റ്റ്യൻ വരാം. പിന്നെ അവിടെ കിടക്കും കുറേ ദിവസം ഡിലേ ആയിട്ട്.
അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു പ്രിയ പെർമിഷൻ എടുക്കുന്ന ബുദ്ധിയാണ് ഈ പിൻവലിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഫോണായിരുന്നു അവരെ കൊണ്ട് തൂപ്പിച്ചാൽ മതി. അതെ, വൈകുന്നേരം തൂക്കിച്ചാൽ ഊരാൻ പറ്റുന്നവരും ഇരിക്കും അല്ലേ